നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ടിപ്സൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, നല്ല റിസൾട്ടാന്ന് പറഞ്ഞു, മുടി കൊഴിച്ചിൽ നിന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടു. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഡെയിലി നിങ്ങൾ മുടി കെയർ ചെയ്യുക, എണ്ണകളായിട്ട്, ഓയിൽ, പിന്നെ ജെല്ലായിട്ടും ഇതുപോലെ പലതരം ടിപ്സ് ഉണ്ട്. നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് മുടി കെയർ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയണ ഓരോ സാധനങ്ങളും നമ്മുടെ മുടിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം കടുകെണ്ണയുടെ ഗുണം ചോദിച്ചു കേട്ടോ. കടുകെണ്ണ ഞാൻ ഉപയോഗിക്കുന്ന കടുകെണ്ണ ഇതാണ് കേട്ടോ. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്, നമ്മുടെ ആവണക്കെണ്ണയൊക്കെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യണ്ട, എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടാണ് കേട്ടോ. സ്കാൽപ്പിനെയൊക്കെ വൃത്തിയാക്കും, ഡാൻഡ്രഫ് ഇല്ലാതെയാക്കും, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. ഇത് അകത്തേക്കും കഴിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ മിക്കവരും ഇപ്പോൾ കേരളത്തിൽ മാത്രമേ അധികം കടുകെണ്ണ യൂസ് ചെയ്യാതെ ഉള്ളൂ. ബാക്കി പുറം രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കതും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നല്ല ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ലതാണ് കടുകെണ്ണ. അവിടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, ഒരുപാട് ഗുണങ്ങളാണ് അതിനുള്ളത് കേട്ടോ കടുകെണ്ണ. പിന്നെ ഇതിന് ഈ ഡാൻഡ്രഫിനെയൊക്കെ കളയാനുള്ള ഒരുപാട് കഴിവുണ്ട് അതിന്, ഈ ഓയിൽ കേട്ടോ. അതുപോലെ തന്നെ മുടിയുള്ള സ്പ്ലിറ്റൻ്റ് ഇല്ലാതാക്കും, ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കും, ഫോളിക്കൽസിന് ഉള്ള ഫോളിക്കൽസിൻ്റെ ഉള്ളിലുള്ള കേടുകളൊക്കെ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി ഫോളിക്കിൾസിനെ വൈഡ് ആക്കാനായിട്ട് സാധിക്കുന്നു. ഹെയർ ഗ്രോത്ത് വരുന്നു, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ. അതുപോലെ ഇത് സ്കിന്നിൽ ഉപയോഗിക്കാം കേട്ടോ. സ്കിന്നിൽ ഉപയോഗിക്കാം, മുഖത്തേക്ക് ഉപയോഗിക്കാം, ഹെയറിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഓവർ നൈറ്റ് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. കടുകെണ്ണ എന്തെങ്കിലും ഓയിലായിട്ട് മിക്സ് ചെയ്യാം. ഇനി പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് തൈരുണ്ടല്ലോ, യോഗട്ട് പോലെ അല്ല, തൈരിലും അതുപോലെ ബനാന പാക്ക് ഇടുമ്പോൾ അതിൽ ഉപയോഗിക്കാം, അലോവേറയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. ഏത് പാക്കിൻ്റെ കൂടെയും നമുക്ക് ഇതല്പം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് തേക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് ഇതിന്. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും മുടിയുടെ കളർ ചേഞ്ച് ആകും കേട്ടോ. ഗ്രേ കളറിനൊക്കെ ചേഞ്ചസ് വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓയിലാണ് കേട്ടോ കടുകെണ്ണ എന്ന് പറയുന്നത്. പല യൂസ് ഉണ്ട് അതിന്. ഇതിപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആയത് കാരണം നമ്മൾ ഈ പശ പോലെ ഇടയ്ക്ക് നമുക്ക് ആവണക്കെണ്ണയുടെ സെയിം അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ ആവണക്കെണ്ണയുടെ അത്ര ഇല്ലെങ്കിലും തിക്നെസ് ഉണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ഓയിൽ മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ. ഇതുപോലെ നീർക്കെട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം കേട്ടോ. എന്തും നമ്മൾ പരട്ടുമ്പോൾ അല്പം അല്പം ഉപയോഗിച്ച് നോക്കാം. പുതിയ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നെറുകയിൽ പരട്ടാതിരിക്കുക കേട്ടോ. സൈഡിൽ പരട്ടാം, അതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യാം. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് അങ്ങോട്ട് തേക്കണ്ട, നമുക്കത് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അലോവേരയിലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം, ഒരു ദിവസം ഒരു പാക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പലതിലും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആവണക്കെണ്ണയുടെ കൂടെ ഇതും പിന്നെ നമ്മൾ തേക്കുന്ന ഏതെണ്ണയാണോ അതും കൂടി മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ. ഒലിവ് ഓയിലും മസ്റ്റാർഡ് ഓയിലും മിക്സ് ചെയ്ത് തേക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലും മസ്റ്റാർഡ് ഓയിലും പിന്നെ ഈ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ. അപ്പോൾ തേച്ച് നമുക്ക് ഓവർനൈറ്റ് കുഴപ്പമില്ലാത്തവർക്ക് വയ്ക്കാം കേട്ടോ. തലനീരിറക്കം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട. അല്ലാത്തവർക്ക് അത് ഇപ്പോൾ എണ്ണ തേച്ച് കിടന്നാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഒരു ഈവനിങ് ടൈമിൽ മുടി കെടുത്തുന്ന സമയത്ത് തേച്ച് കെട്ടാം. അപ്പോൾ എല്ലാം ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് കെട്ടിവയ്ക്കാം. അതുപോലെ കറിവേപ്പില, അതും നല്ല ഇതാട്ടോ. കറിവേപ്പിലയുടെ ജ്യൂസ് എടുക്കാം നമുക്ക് കേട്ടോ. അതിൽ കറിവേപ്പിലയുടെ ജ്യൂസ് ഇഞ്ചി ഇട്ട് എടുക്കാം. ഇഞ്ചിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇഞ്ചി മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ. സ്കാൽപ്പിനൊക്കെ നല്ലതാണ്, എല്ലാത്തിനും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ.
അതുപോലെ കറിവേപ്പില, ഇഞ്ചി, അല്പം ശർക്കര ഇടാം. ഇത് അരച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കരിമ്പിൻ ജ്യൂസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും അത് കേട്ടോ. അപ്പൊ അതും എന്തും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മഞ്ഞളുള്ളവരാണെങ്കിൽ മഞ്ഞൾ നമുക്ക് അരച്ച് ഉണക്കി പൊടിച്ചു വെച്ചാൽ മുഖത്ത് തേക്കാം, നല്ലതാണ്. പിന്നെ ഈ പൊട്ടൽ അങ്ങനെയൊക്കെ ഉള്ള വ്രണം ഒക്കെ ഉള്ളവർക്ക്, പിന്നെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും ആര്യവേപ്പിന്റെ ഇലയും കൂടി അരച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. മുഖത്ത് ഫേഷ്യലായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വളരെയധികം നല്ലതാണ്. അതുപോലെ പനിക്കൂർക്കയുടെ ഇല ഞാനന്ന് പറഞ്ഞല്ലോ, വെറ്റില നീരും പനിക്കൂർക്കയുടെ ഇലയും കൂടി നീരെടുത്തിട്ട് ഡെയിലി രാവിലെയും വൈകുന്നേരം കഴിച്ചാൽ കഫം കുറയും കേട്ടോ. കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, വാട്ടിപ്പിഴിഞ്ഞ് പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് കൊടുക്കും. അവർക്ക് കോൾഡിനൊക്കെ നല്ലതാണ്. ഈ മസ്റ്റാർഡ് ഓയിൽ കോൾഡിനൊക്കെ റിലീഫ് കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം ഈ കടുകെണ്ണ കേട്ടോ. അപ്പോൾ അതുപോലെ കളർ ചെയ്യാനും ഇതുപോലെ നമ്മൾ മറ്റുള്ള താളി ചേർക്കുമല്ലോ, അതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇലയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെയധികം ഉപയോഗമാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വളർത്തിയെടുക്കുക കേട്ടോ. ഇതൊക്കെ കാണുന്നതെല്ലാം നമുക്ക് അത്രയ്ക്കും നല്ല ഗുണങ്ങളുള്ളതാണ്. ഒരു ആര്യവേപ്പിൻ്റെ കൂടി ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. അപ്പം പറ്റുന്ന ഇതുപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം, സൗകര്യമുള്ളവർ കേട്ടോ. അതുപോലെ ചെമ്പരത്തിയുടെ ഞാൻ പറഞ്ഞല്ലോ, ചെമ്പരത്തിയുടെ കൊമ്പ് പിടിപ്പിക്കുക എന്തായാലും. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ചെമ്പരത്തി പൂ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. 5 ഇതളുള്ള ചെമ്പരത്തി പൂ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കത് തിളപ്പിച്ച് വെള്ളം കുടിക്കാം കേട്ടോ. ഒരുപാട് സ്ത്രീകളെ യൂട്രസിന്റെ പ്രശ്നം വരെ മാറും, വയറുവേദന അതെല്ലാം മാറും. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ചെമ്പരത്തി പൂ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരുപാട് യൂസാണ് ഇതെല്ലാം നമുക്ക് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. വളരെ സന്തോഷം നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ കേട്ടോ. പിന്നെ ഗ്രേ ഹെയർ മാറാൻ ചെറിയ പാക്ക് എന്ന് പറയാൻ നമുക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ ഇതിനു മുമ്പുള്ള വീഡിയോയിലുണ്ട്. നമ്മൾ കടുക്ക വാങ്ങിച്ചിട്ട് കടുക്ക ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചിടാം. പിറ്റേ ദിവസം കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് അരിച്ച വെള്ളം ഒഴിക്കാം. കടുക്ക തിളപ്പിച്ച വെള്ളം അത് തലയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ ഈ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി ഇരട്ടി മധുരം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. വളരെ നന്ദി കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്കെല്ലാം 100% ഉറപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പലരും ചോദിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം, പലതും തേച്ച് കഴിഞ്ഞാൽ മുടി പോവില്ലേന്ന്. ഇതെല്ലാം മുടി വളരാനായിട്ടും മുടിക്ക് കെയറിങ് കൊടുക്കാനും മുടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും പോകില്ല, ആ ധാരണ വേണ്ട. 100% നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും കേട്ടോ. ഇതെല്ലാം ഞാൻ മാറി മാറി തേക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്രയ്ക്കും ധൈര്യസമേതം നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരാൻ കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. വളരെ സന്തോഷം. അപ്പോൾ ഇതുപോലെ കടുകെണ്ണ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തേക്കാം കേട്ടോ. കടുകെണ്ണയും വേറെ ഓയിലും കൂടി തേച്ച് പിടിപ്പിക്കാം. വളരെ നല്ലതാണ്. പെയിനൊക്കെ ഉണ്ടെങ്കിൽ റിലീഫ് കിട്ടും തേച്ചാൽ കേട്ടോ. പിന്നെ എന്തിനെങ്കിലും ടിപ്സിനെ കുറിച്ചിട്ടൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വരാം കേട്ടോ. ഏതെങ്കിലും ഒരു ടിപ്സായിട്ട് ഞാൻ വന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ.